നോമ്പുകാല രാത്രി അനുഭവത്തിനാണ് ഇന്ന് സാക്ഷിയാവാൻ പോകുന്നത്. നമ്മളെ കുട്ടാപ്പിനെ കുറെ കാലത്തിന് ശേഷം കിട്ടുന്നത്. എന്താണ് കുട്ടാപ്പി? സാജിദ് മാഷിന് എപ്പോഴും കൂടെ ഉള്ള ആളാണ്. ഇവനാണ് എന്നെ പിടിച്ചിങ്ങോട്ട് കൊണ്ടുവന്നത്. ഒരു രാത്രി എന്തെങ്കിലും ഈ പൂനൂരിന്റെ അനുഭവങ്ങൾക്കൊന്ന് സാക്ഷിയാവണമെന്ന് പറഞ്ഞിട്ടാണ് വന്നത് അല്ലേ? അതായത് എന്താ വെച്ചാൽ ഞാൻ വിളിക്കാൻ കാരണോ, ഇത് നമ്മള് മറ്റൊരു സ്ഥലത്തും ഇല്ലാത്ത നമ്മുടെ പൂനൂരില് ഉദാഹരണത്തിന് ഈ കുലുക്കി സർബത്ത്, അതുപോലെ തന്നെ നിരവധി സുനാമി പുതിയൊരു പൂനൂരാണ്. ഇന്നിപ്പോ ഈ രാത്രി ഇതിലെ കടന്നു വരുമ്പോ നമ്മൾ കാണുന്നത് പഴയ പൂനൂരിന് പകരം ഏറ്റവും പുതുക്കിയ പൂനൂരാണ് അല്ലേ കുട്ടാപ്പി? കുട്ടാപ്പി പൂനൂരിന്റെ ഒരു ഐക്കൺ, ബ്രാൻഡ് അംബാസിഡർ ഓഫ് പൂനൂർ. കുട്ടാപ്പി പേര് വരുന്നത് എന്താണ്? എന്റെ പേര് അപ്പൊ ഒരു സന്തോഷാണ് അല്ലേ? പൂനൂരിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ കുലുക്കി സർബത്ത് ഇവിടെ ഒരു ഫേമസ് ആണ്. കുലുക്കി സർബത്തിന്റെ ക്യാപിറ്റൽ ആയിട്ട് പൂനൂര് മാറിയിട്ടുണ്ട്. അത് നല്ല ഫ്രഷ് ആണ്. ഇവിടുന്ന് ആർക്കും കുലുക്കി സർബത്തിന് മഞ്ഞപ്പിത്തം വന്നോ അസുഖം വന്നതോ ഒന്നും കേട്ടിട്ടില്ല. അത്രയും ഫ്രഷ് ആയിട്ടുള്ള വെള്ളമാണ് ഇവിടെ കൊടുക്കുന്നത് എന്നുള്ളതാണ് അല്ലേ? ഇവിടുന്ന് എന്താ വല്ലാതൊരു പൊട്ടൽ പൊട്ടുന്നുണ്ടല്ലോ, എന്ന് പറഞ്ഞിട്ട്. കുലുക്കി സർബത്ത് പൊട്ടലാണ്. ഏതായാലും നമ്മള് വ്യാപാരികളുടെ രാജാവിനെ തന്നെയാണ് ഇവിടുന്ന് കിട്ടിയിരിക്കുന്നത്. എന്താണ് ആകെ അങ്ങോട്ട് പൂനൂര് അങ്ങോട്ട് മാറ്റി മറിച്ചല്ലടാ. എന്താണ് നീ പ്രസിഡന്റ് ആയതിന്റെ ഒരു വൈബ് ഇവിടെ കാണാനുണ്ട്. ഏതായാലും പുതിയ സെക്രട്ടറി വന്നതോടുകൂടി വെരി ഗുഡ്. ഒരു യങ് ലുക്ക് വന്നു. ന്യൂ പൂനൂരായിട്ടുണ്ട്. അപ്പോൾ ഒരു നാടിന്റെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല് പിന്നെ അവിടുത്തെ വ്യാപാര മേഖലയുടെ വളർച്ച തന്നെ അല്ലേ? അപ്പോൾ വ്യാപാര മേഖല വളരുംതോറും ആ ടൗണും പരിസരവും ഒക്കെ തന്നെ വലിയൊരു ഡെവലപ്മെന്റിലേക്ക് ആയി മാറുകയും ചെയ്യും. അതുകൂടാതെ പുറത്തുനിന്നൊക്കെ ആളുകൾ നമ്മളെ ടൗണിലേക്ക് പർച്ചേസ് ചെയ്യുന്നത് കാണുന്നു. അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരുക്കി കൊടുക്കുകയാണ്. ഏത് രൂപത്തിലാണെങ്കിലും പാർക്കിങ്ങിന്റെ സൗകര്യങ്ങൾ കൂടുതലാക്കണം. ഇപ്പം റോഡ് ഹൈവേ നവീകരിച്ചതോട് കൂടിയിട്ട് വലിയ മാറ്റങ്ങളാണ് പൂനൂർ ഉണ്ടായിട്ടുള്ളത്. പൂനൂരിന്റെ ഏരിയ വൈഡായി. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഞാൻ താമരശ്ശേരി വരെ മുട്ടുന്നിടത്ത് തീർച്ചയായിട്ടും. ഇത് ഇപ്പം ഈ കുലുക്കി സർബത്ത് പോലെയുള്ള സംഭവങ്ങൾ ഇപ്പൊ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ ഫുഡ് സ്ട്രീറ്റുകളാണ് നമുക്ക് കാണാൻ കഴിയും. നൈറ്റ് ഫുഡ് സ്ട്രീറ്റുകൾ കാണാൻ കഴിയും. അപ്പം അതുപോലെ ഒരു രൂപത്തിലേക്കായി വരികയും അതുകൊണ്ട് തന്നെ പൂനൂർ ടൗണിലേക്ക് കൂടുതൽ ആളുകൾ ഇറങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും. അപ്പം മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിൽ കച്ചവടം വർദ്ധിക്കുകയും ഒരാളെ വളർച്ച മൊത്തം നാടിനെ. തീർച്ചയായിട്ടും. ഓക്കെ, നല്ലൊരു സ്ട്രാറ്റജിയാണ്. വെരി ഗുഡ്. എന്തായാലും വ്യാപാരി പ്രസിഡന്റ് ആയതിനു ശേഷവും സെക്രട്ടറി ആയതിനു ശേഷം ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ MJയുടെ സെക്രട്ടറി കൂടിയാണ്. അങ്ങനെ രണ്ടും ഇരട്ടി പതിരാണ്. MJന്റെ എന്ന് പറയുമ്പോൾ 10,000-30,000-ഓളം വരുന്ന കുട്ടികളുടെ അലുമിനി ഉള്ള ഒരു സംഘടനയാണ് MJന്റെ അലുമിനി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാനുള്ള പ്ലാനുകൾ നമ്മൾ ഗഫൂർ മാഷൊക്കെ ആയിട്ട് വളരെ ആക്റ്റീവായിട്ടുള്ള പ്രസിഡന്റാണ് നമുക്കുള്ളത്. ഓക്കെ, താങ്ക് യു. വിദേശത്തുനിന്ന് വന്നവർ പോലും ഇവിടെ കുലുക്കി സർബത്ത് കുടിക്കാൻ വന്നിരിക്കാനുള്ള കുട്ടാവി. എങ്ങനെയുണ്ട്? അടിപൊളി അല്ലേ? നൈറ്റ് പൂനൂരിന്റെ ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ. എന്താണ് നിങ്ങൾ എന്താ കുടിച്ചോണ്ടിരിക്കുന്നത്? കുലുക്കി സർബത്ത്. പണ്ട് റേഷൻ കടയിൽ പോയി അരി വാങ്ങി വരാൻ പറഞ്ഞാൽ ക്യൂ നിൽക്കാൻ ആൾക്കാർക്ക് മടിയാ. കുലുക്കി സർബത്ത് കുടിക്കാൻ ഒരു മടിയില്ല. പുലർച്ചെ വരെ നിന്നോളൂ അല്ലേ? അല്ല, നോക്ക് അത്രയും തിരക്കാ. ആകെ പൂനൂര് കൊണ്ട് എന്താ പറയാ, വല്ലാത്തൊരു ഉത്സവകാലം എന്ന് പറഞ്ഞൊരു പ്രതീതിയാണ്. ഏതാണ്? ഓക്കെ. ഇവിടെ നല്ലൊരു രുചി അനുഭവിച്ചു വരുന്നതിനിടെ നല്ലൊരു സുഗന്ധം നമുക്ക് പകർത്താൻ പറ്റൂല, അത് അനുഭവിക്കാനേ പറ്റുള്ളൂ. എന്തായാലും പൂനൂരിലേക്ക് മൊത്തം വ്യാപിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ സുഗന്ധം വരുന്നത്. അത്രയും ഫ്രഷ് അത്തറാണ് അല്ലേ? അത് നിങ്ങളാ പറയണ്ടേ? അതല്ല, കാരണം നമുക്ക് ആ ഒരു ഇവിടെ വരുമ്പോൾ തന്നെ ആ ഒരു സുഗന്ധം ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. നല്ല ഉഷാറുണ്ടല്ലോ ഇവിടെ നിൽക്കുമ്പോ. ഒരു സുഗന്ധം എപ്പോഴും ആസ്വദിക്കാം, മറ്റുള്ള ഒരു സുഗന്ധം വിൽക്കുകയും ചെയ്യുമ്പോ അല്ലേ? എടാ ചങ്ക, എന്താണ് മൊത്തം ഹോൾ ഫാമിലിക്ക് ഒരു ടൂർ പോലെ അല്ലേ? തറാവി നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ പിന്നെ അങ്ങാടിക്കട്ട് ഇറങ്ങാ. ഹായ് ചാങ്സ്, എന്താണ് നിങ്ങളിങ്ങനെ യോയോ ലുക്കിൽ നടക്കുക? സംസാരിക്കാൻ ചമ്മിന്ന മോശമായിട്ടോ. അതെ, ഇവിടെ ഒരു ബ്ലോഗർ ആയിട്ടുള്ള ഒരു
ഇവിടെ ഒരു ബ്ലോഗർ ആയിട്ടുള്ള കുൽക്കി സർബത്തി അല്ലേ? കുൽക്കി അല്ലേ? കുൽക്കി ബ്ലോഗർ ഉണ്ട് ഇവിടെ കടയിൽ. ഇതല്ലേ ഇവനല്ലേ കുൽക്കി ബ്ലോഗർ? ഓക്കെ ഓക്കെ. ചിന്നത്തി കടി കൊഞ്ചലേ കടി തൊട്ടി താനിടികെ വലുതായ കുഞ്ചിലമേ കണിവാക്കു ചൊല്ലിടണേ കണ്ടുപൊത്തി കളി കളി കാതു തട്ടി കളി എന്ന പോലെ. വെരി ഗുഡ് വെരി ഗുഡ്. ഇത്രയൊക്കെ പാടാൻ അറിയില്ല നിങ്ങൾ മടിച്ചുന്നത്. കളിയോ നാളിലെ കൺമണിയാണ് വേദേ ചെന്ന് വരാത്ത പാത്തു പാടി ചേർന്ന കാലമേ താങ്ക് യു താങ്ക് യു താങ്ക് യു. കുലുക്കി സർവ്വത് കുടിക്കല്ല, മൊത്തം ശരീരത്തിനെ കുലുക്കി തടിയും കുറച്ചിട്ടുണ്ട്. റഹ്മാനേ പെരിയോനേ റഹീം. നല്ലൊരു ഇരിപ്പിടക്കൊക്കെ സജ്ജാക്കിയിട്ടുണ്ട് ഇവിടെ. നമ്മൾ ആടുജീവൻ 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 കുടിച്ചതിന്റെ എന്താ റിപ്ലൈ എനിക്ക് പറയാനുള്ളത്? ക്ലാപ്പ് പിടിക്ക് ക്ലാപ്പ് പിടിക്ക്. യെസ് റെഡി ഹീറോ റെഡി. കാക്കേ കാക്കേ കൂടെ വിട് കൂട്ടിനകത്തൊരു ചെഞ്ചോര ചുണ്ടിനയുണ്ട് നല്ല മൊഞ്ചുള്ള താമര ചെണ്ട്. ചെഞ്ചോര ചുണ്ടിനയുണ്ട് നല്ല മൊഞ്ചുള്ള താമര ചെണ്ട്. ബദറത്ത പെണ്ണിന്റെ കൽബിൽ റബ്ബ് കുതിരത്തോളിപ്പിച്ച ചേലിൽ. ബദറത്ത പെണ്ണിന്റെ കൽബിൽ റബ്ബ് കുതിരത്തോളിപ്പിച്ച ചേലിൽ. കസവണിഞ്ഞ തേൻകിഞ്ഞു കാരകന്ന മാനസത്തിൽ അമ്പിളി തെളിഞ്ഞു. കസവണിഞ്ഞ തേൻകിനാക്കൾ പൂക്കളായി വിരിഞ്ഞു കാരകന്ന മാനസത്തിൽ അമ്പിളി തെളിഞ്ഞു. പടവാള് മിഴിയുള്ളോള് പനാമൊഴിയുള്ളോള് പദപൊങ്ങും ചിരിയുള്ള പൂങ്കനിത്തേവി പെണ്ണ് സൈനബാ ബീവി. എങ്ങനെയുണ്ട് പൂനൂരിന്റെ രാത്രി ജീവിതം? ആടു ജീവിതം പോലെ ആവുന്നില്ലല്ലോ. ആണല്ലേ? പൂനൂർക്കാരെ സ്നേഹവും അല്ലേ, പൂനൂർക്കാരെ ടേസ്റ്റും പല സ്ഥലത്തു നിന്നും കൊണ്ട് വരികയാണല്ലേ. എങ്ങനെയുണ്ട്? നിന്റെ പാട്ടിന് വേണ്ടി നമ്മൾ കാതോർത്തിരിക്കുക. ഏത് ജ്യൂസാണ് ഇവിടെ കുടിച്ചത്? ഏത് ജ്യൂസാ കുടിച്ചത് പറ? ചിക്കു ചിക്കു ചിക്കു. എന്നാലും നമ്മളെ കരുവാറ്റ ചങ്ക്സ് ഇവിടെ നടക്കാൻ വന്നിരിക്കുകയാണ് രാത്രി. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഷാലി അതുപോലെ മിസ്റ്റർ അനൂപ് ഇതിങ്ങനെ സ്ഥിരം നടക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്ക് ഉണ്ട് അല്ലേ? ഇവനല്ലേ അന്ന് നമ്മള് കഴിക്കാൻ വേണ്ടി വന്നത്? ഇല്ല, കുലുക്കി സർവത്ത് ഞങ്ങളിപ്പോ പിന്നെ പ്ലാനിങ് ഇല്ല. ഇല്ല നടക്കാം. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. എൻജോയ്. അല്ലല്ല, ഇദ്ദേഹത്തിന് പ്രത്യേകത. ഇവനൊരു പാട്ടുകാരനാണ്. ഇദ്ദേഹം മാരുതിയുടെ റീജിയണൽ ഹെഡാണ് ഇവിടെ. വെരി ഗുഡ് വെരി ഗുഡ്. പക്ഷെ അതിന് തലക്കരൊന്നുമില്ല കേട്ടോ. വോഡാഫോണിന്റെ ഏരിയ മാനേജറാണ്. ഇവർക്കുണ്ടാക്ക അതിന്റെ തലക്കരം തീരെയല്ല. വോഡാഫോണിന്റെ ഏരിയ ഒരു മാനേജർ തന്നാൽ ഏറ്റവും ചിരിക്കാൻ കഴിയുന്ന ആൾക്കാർ മാനേജർ ആകാൻ പറ്റും, അല്ലാണ്ട് മസിൽ പിടിച്ചിരിക്കുന്ന ആളല്ല. അവിടെ ഏറ്റവും നല്ലൊരു ഡോക്ടർ തന്നെ ചിരിപ്പിക്കുന്ന ഒരാളാണ് ഡോക്ടറാകാൻ, അല്ലാണ്ട് മസിൽ പിടിച്ചിരിക്കും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ചിരിപ്പിക്കുന്നത്. ഓക്കെ ഗുഡ് ബൈ. ഞങ്ങൾ വീഡിയോ കാണാറുണ്ട്. ഓക്കെ താങ്ക് യു താങ്ക് യു. ഓക്കെ താങ്ക് യു താങ്ക് യു.